വെൽക്കം ബാക്ക്. എലമെന്റൽ മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അകത്ത് വരുന്ന പ്രോസസ്സിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി സംസാരിച്ചായിരുന്നു സ്റ്റോക്ക് ട്രേഡിംഗ് എന്താണ്, അതേപോലെ തന്നെ സ്റ്റോക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതേപോലെ തന്നെ ലിസ്റ്റഡ് കമ്പനീസ് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് വരുന്നത്, അത് ഏത് രൂപത്തിലാണ്, അത് സ്റ്റോക്സ് ആയിട്ടാണ് വരുന്നത്, പിന്നെ എക്സ്ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. നമ്മൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത്, അതിന്റെ അകത്ത് നടക്കുന്ന പാർട്ടിസിപ്പൻസിന്റെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്സ് എക്സ്ചേഞ്ചസിലാണ് കാണപ്പെടുന്നത് അല്ലെ. നമുക്കറിയാവുന്ന NSE അല്ലെങ്കിൽ BSE എക്സ്ചേഞ്ചസിലാണ് നമുക്ക് കമ്പനീസിന്റെ സ്റ്റോക്സ് കാണാൻ പറ്റുന്നത്. അപ്പോ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ബൈ ചെയ്യാം, അതേപോലെ തന്നെ സെല്ലും ചെയ്യാം. ഇപ്പൊ നമ്മൾ ബൈയുടെ എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഈ ഒരു ബൈ എടുക്കുകയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഇപ്പോൾ റിലയൻസിന്റെ ഒരു സ്റ്റോക്ക് വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ബ്രോക്കർ വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ബൈ ചെയ്യുമ്പോൾ എന്ത് പറ്റി, ബ്രോക്കറിന്റെ ഒരു ഇന്റർഫേസിലാണ് നമ്മൾ ബൈ എന്ന് പറയുന്ന ബട്ടൺ നിൽക്കുന്നത് പോലും. അപ്പോൾ ബ്രോക്കർ വഴി ഈ ഒരു ഇൻഫർമേഷൻ എന്ത് പറ്റി, നമ്മുടെ എക്സ്ചേഞ്ചിലെത്തി. എക്സ്ചേഞ്ച് എന്ത് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കമ്പനിക്ക് കൊടുക്കുക, അത് കൊടുത്തിട്ട് ആ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് തരികയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്ത് പറ്റും, ഇങ്ങനെ ഒരു ചാൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടേൺ നടക്കും. ഇവിടുന്ന് നമ്മുടെ പൈസ പോയിട്ട് തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ, ട്രേഡറിന്റെ അടുത്ത് തന്നെ ആ ഒരു സ്റ്റോക്ക് എത്തും. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ആയിരിക്കും ഇവിടുന്ന് പോയിട്ട് തിരിച്ച് നമുക്ക് എന്തായിരിക്കും, ഇപ്പോൾ റിലയൻസിന്റെ സ്റ്റോക്ക് എത്തും. ഇതേപോലെ തന്നെ ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് എന്താണ്, ഈ ഒരു റിലയൻസിന്റെ കമ്പനി ഇപ്പോൾ നമുക്ക് ഇവിടെ സെല്ല് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, സെല്ല് ചെയ്യുമ്പോൾ എന്താണ്, ഇത് നേരെ തിരിച്ച് റിലയൻസിന്റെ സ്റ്റോക്ക് കമ്പനിയിലേക്ക് എത്തും. ആ ഒരു പൈസ നമുക്ക് എന്ത് പറ്റും, തിരിച്ച് നമ്മുടെ ട്രേഡറിന്റെ അടുത്ത് എത്തും. അതും നമ്മൾ എവിടെ വഴിയാണ്, ബ്രോക്കർ വഴിയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റോറിയിൽ രണ്ട് എൻഡിലും നടക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഒരു എൻഡിൽ നമ്മൾ ബൈ ചെയ്യുമ്പോൾ മറ്റേ എൻഡിൽ സെല്ല് ചെയ്യുന്ന ഒരു വ്യക്തി. ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കമ്പനീനെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തു അല്ലെ. ഇവിടെ ബൈ ചെയ്തപ്പോൾ കമ്പനിയിൽ നിന്ന് നമുക്ക് കമ്പനിക്ക് പൈസ കൊടുത്തു, കമ്പനിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇത് നടക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഓൾട്ടർനേറ്റീവ് ആയിട്ട് എക്സ്ചേഞ്ചസ് നടക്കും. അതപ്പോൾ ഈ ഒരു കമ്പനി വഴി അല്ലെങ്കിൽ കമ്പനി ത്രൂ തന്നെയാണ് സ്റ്റോക്സും പോകുന്നത്. അത് എക്സ്ചേഞ്ച് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ബയർ ബെനിഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബ്രോക്കർ വെറുതെ വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ അല്ലെ. ബ്രോക്കർ ഇവിടെ നിന്നില്ലെങ്കിലും ഇവിടെ പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. അവിടെയാണ് എന്താണ്, ബ്രോക്കറിന് ഇവിടെ നമുക്കൊരു കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മളിപ്പോ ഇവിടെ ഒരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ നമുക്ക് ബ്രോക്കറിന് ഇപ്പോൾ എന്താ പറയാ, പെർ ട്രേഡ് ഇത്ര അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് അങ്ങനെയുള്ള കണക്കിൽ നമുക്ക് ബ്രോക്കറിന് കമ്മീഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഏത് സ്റ്റോക്ക് ആണെങ്കിലും വാങ്ങുന്നത് ബ്രോക്കർ വഴിയാണ്. അത് എക്സ്ചേഞ്ചിലേക്ക് പൈസ പോയി എക്സ്ചേഞ്ച് തിരിച്ചെന്തെത്തും, നമ്മുടെ ട്രേഡേഴ്സിന്റെ കയ്യിൽ സ്റ്റോക്സസും. ഓക്കെ ഗൈസ്, ബൈ.